കേരളത്തിലെ സ്കൂൾ കോളേജ് കുട്ടികൾ കലാപകാരികളായി കഴിഞ്ഞു. MDMAയുടെ സ്വാധീനം ഉണ്ടാവും. അവർ കൊക്കൈൻ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രഗ്സ് ചെറിയത് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ ആക്രമണത്തിന് മുമ്പ് ആക്രമിക്കുന്ന സംഭവങ്ങളെ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അതിന് ചില വിദ്യാർത്ഥികളെ ഏർപ്പെടുത്തി അവർ അത് റെക്കോർഡ് ചെയ്ത് ലൈവായിക്ക് വിടുകയാണ്. ഇതാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ ഹരം. സോഷ്യൽ മീഡിയയിൽ ലൈവാകുകയാണ്. കൂട്ടയടികൾ നമുക്ക് പല സോഷ്യൽ മീഡിയയിലും കാണിക്കുന്നതും അതുപോലെ തന്നെ ചാനലിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. കുട്ടികൾ ഇതിൽ അരം പിടിച്ചിരിക്കുന്നു. ഷഹബാസിൻ്റെ വിവരങ്ങൾ നമുക്കറിയാം. ആ കൊലപാതകം അത് താമരശ്ശേരിയിൽ ഉണ്ടായ സമയത്ത് അത് ഒരു വ്യാഴാഴ്ച അവിടെ ഒരു ട്യൂട്ടർ കോളേജിൻ്റെ മുമ്പ് വെച്ചൊരു അടി നടന്നു. അതിന് കൗണ്ടറായിട്ട് ഇരുകൂട്ടരും തയ്യാറാകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ, പയ്യന്മാർ, ഇവരുടെ കൂടെയുള്ളവർ തന്നെ റെഡിയായിട്ട് നിന്നിട്ട് അത് ലൈവ് ആക്കുകയാണ്. ആ കൂട്ടയടിയിൽ ആണ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ അകത്ത് നഞ്ചക്ക് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി. പക്ഷേ ഇതിനകത്ത് ചില ആൾക്കാർ പറയുന്നത് പരീക്ഷയിൽ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തിന് ഡീബാർ ചെയ്യുന്നതാണ് കേരളം കണ്ടിരിക്കുന്നത്. പക്ഷേ കൊന്നയാളെ, കൊലപാതക കേസിൽ ഉൾപ്പെട്ട കുട്ടികളെ പിറ്റേ ദിവസം പരീക്ഷ എഴുതാനാണ് ഇവിടെയുള്ള അതിൻ്റെ മേലധികാരികൾക്ക് വലിയ താല്പര്യം. എന്താണ് അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കോപ്പി അടിക്ക് 3 വർഷം ചെയ്തെങ്കിൽ കൊലപാതകളെ പിറ്റേ ദിവസം പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. അതെന്തായാലും ആ ഒരു നടപടിയെപ്പറ്റി അങ്ങനെയുള്ള കൊലപാതകളായി അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഇതുപോലെ ഇടിയായിട്ട് നടക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ഇത് കണക്കാക്കാൻ ഒക്കുള്ളൂ. ഈ പരീക്ഷ എഴുതും 1 വർഷത്തേനെങ്കിലും അല്ലെങ്കിൽ 2 വർഷത്തേനെങ്കിലും അവരെ മാറ്റി നിർത്തിയിട്ട് അവർ പാഠം പഠിക്കണമല്ലോ. ഏത് കൊലപാതകം നടത്തിയാലും, ആരെ അടിച്ചു കൊന്നാലും അല്ലെങ്കിൽ എത്ര ഉപദ്രവം കാണിച്ചാലും തങ്ങൾ മൈനറാണ് എന്നുള്ള ബോധം അവർക്കൊണ്ട് നല്ല ബോധമുണ്ട്. മൈനറിനൊരു ചുക്കും ചെയ്യാൻ ഒക്കില്ല എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ അതിനകത്ത് വന്നൊരു കമൻറ്റ് കേട്ടല്ലോ, കൂട്ടയടിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ കേസൊന്നും ഇല്ല എന്നാണ് ഈ പയ്യന്മാർ കരുതുന്നത്. കാരണം അത്രയൊക്കെ ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണ് ഈ അടിപിടിക്ക് ഇടപെടുന്നത്. അപ്പോൾ മൈനറായി പോയത് കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടുമെന്നാണ് ഈ കുട്ടികൾ ചിന്തിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിലുള്ളവർ കാണിക്കുന്ന കുറ്റങ്ങളെല്ലാം വലിയവർ കാണിക്കുന്ന ആ കുറ്റങ്ങൾ തന്നെയാണ് ഇന്ത്യൻ നിയമ പുസ്തകങ്ങളിലൊക്കെ കിടക്കുന്നത്. IPC ആയാലും CRPC ആയാലും എവിഡൻസ് ആക്ട് ആയാലും അതുപോലെ BNS പുതിയ 3 നിയമ പുസ്തകങ്ങൾ നോക്കിയാലും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റം വലിയവർ ചെയ്യുന്ന കുറ്റങ്ങൾ പോലെ തന്നെയാണ്, ഒഫൻസാണ്. അതോടൊപ്പം തന്നെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് ഉള്ളതുകൊണ്ട് ആ മൈനറിനെതിരായിട്ടുള്ള വിചാരണകളാണ് നടക്കുന്നതെങ്കിലും കുറ്റങ്ങളെല്ലാം സെയിം തന്നെ. അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിക്കോളൂ. കാരണം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിരക്ഷയുള്ളൂ, അതിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പരിരക്ഷയില്ല. നിയമത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് അവർ സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന കുട്ടികൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചോളൂ. നിങ്ങൾക്കൊരു സംരക്ഷണവും നൽകില്ല നിയമം. ഇത് കൊലപാതകം നടത്തിയ ആളെ പിറ്റേ ദിവസം പരീക്ഷ എഴുതിപ്പിക്കാൻ താല്പര്യം കാണിച്ചവർക്കെതിരായിട്ട് നടപടി വേണമെന്ന് ഞാൻ പറഞ്ഞു. ആരാണ് അങ്ങനെ അവർക്ക് ഇത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ക്രിമിനലിനെ വളർത്തുന്ന ഒരു തന്ത്രമല്ലേ, ക്രിമിനലിനെ വളർത്തുന്ന ഒരു നയമല്ലേ അത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോഴേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 1 മാസത്തിനുള്ളിൽ കേരളത്തിലെ പരക്കെ എല്ലാ ജില്ലകളിലും കുട്ടികളുടെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താമരശ്ശേരിയിലെ ഈ കൊലപാതകത്തിന് ശേഷം ഏകദേശം 326 ഇന്ത്യൻ പീനൽ കോഡിൽ വരത്തക്ക രീതിയിൽ ഒരു സംഭവം നമ്മൾ ഒറ്റപ്പാലത്ത് കണ്ടു. ഒരു പയ്യൻ്റെ ക്ലാസ്സിൽ കയറി അവൻ്റെ മൂക്കിടിച്ച് തെറിപ്പിച്ചു. ആ മൂക്ക് 1.5-2 സെൻറ്റിമീറ്ററുള്ള ഉള്ളിലേക്ക് താന്നുപോയി ഇടിയുടെ ആഘാതത്തിൽ. ആ പയ്യന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 2 വർഷം പഠനകാലത്ത് 2 വർഷം മുമ്പ് ജൂനിയറായിരുന്ന കുട്ടികൾ വേറൊരു പയ്യനുമായിട്ട് ഒരു സ്കൂളിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായി. 2 വർഷത്തിന് ശേഷം അവന്മാർ സംഘടിച്ച് അന്നത്തെ ആ പയ്യനെ ഇന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ അവർ മുൻകരുതലെടുത്തിട്ട് ഈ അടിയിടിയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് ലൈവായി
വലിയ വലിയ സംഭവങ്ങളാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനും തങ്ങൾ വലിയ ആളാണെന്ന് ഇമ്മച്ചുറായിട്ടുള്ള ചിന്തയിൽ നിന്ന് വന്ന കാര്യങ്ങളെല്ലാം പുറത്തോട്ട് കാണിക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം കുട്ടികളെയാണ് പല സ്കൂളിലും കോളേജിലും ഇന്ന് നമ്മൾ കാണുന്നത്. ട്യൂഷൻ സെൻ്റർ ആയാലും ശരി, IT മേഖലയിലായാലും ശരി, 18 വയസ്സിനകത്തുള്ളവർ 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ കയ്യാങ്കളി റോഡിലും സ്കൂളിലും മറ്റ് പല സ്ഥലത്ത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആര്യനായിട്ട് 16 വയസ്സുകാരനെ അവരെ സഹപാഠികൾ 3 പേര് ചേർന്ന് മർദ്ദിച്ചു. ആ മർദ്ദിച്ചത് ഒരു വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയിട്ടാണ് മർദ്ദിച്ചത്. CCTV ദൃശ്യത്തിൽ വരത്തില്ല, ആരും അറിയില്ല. പക്ഷേ അത് ഷൂട്ട് ചെയ്തവർ, കാരണം ഷൂട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്തു. ആ അടി അയാളെ ഭീകരമായിട്ട് മർദ്ദിച്ചിട്ട് വിട്ടു. അതിനുശേഷം ആ കുട്ടിയുടെ പിതാവ് ആര്യനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അവിടെ പോയി പരാതി പറഞ്ഞു. ആ കുട്ടികൾക്ക് എതിരായി കേസെടുത്ത് കഴിഞ്ഞു പോലീസ് അവിടെ. എന്നാൽ ഇതിൽ മറ്റൊരു പ്രത്യേകത കണ്ടത്, ഈ സംഭവത്തിൽ ഈ കേസെടുത്ത ശേഷം ആ കേസെടുക്കാനുള്ള കാരണം ഈ അടിയും മർദ്ദനം കഴിഞ്ഞ കുട്ടിയെ വാഴത്തോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടെങ്കിലും അതിനുശേഷം ആ സംഭവത്തിൻ്റെ ലൈവ് സോഷ്യൽ മീഡിയ വന്നത് അത്ര ഏറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പുതിയതായിട്ട് അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കുട്ടികളുടെ ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നത്, തങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള വയലൻസ് അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നു കാണുന്നത് വലിയ ആഹ്ലാദം നൽകുകയാണ്. അവർ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അങ്ങനെയാണ് കുട്ടികളിപ്പം ലോവർ ക്ലാസ് മുതൽ വളർന്നു വരുന്നത്. അവിടെ മാനസിക ആരോഗ്യം എന്താണെന്ന് ഇപ്പം നമുക്കറിയാം. ഒരു കോളേജിലും സ്കൂളുകളിലും ഈ രീതിയിലുള്ള വയലൻസ് നടക്കുന്ന ഒരിടത്തും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതില്ല. നല്ല കാര്യങ്ങളുള്ള അധ്യാപകർ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരില്ല. അവരുടെ ശമ്പളം വാങ്ങിച്ച് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ പറവൂരിലെ ഒരു +1 വിദ്യാർത്ഥി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊരു കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ഒരു കാര്യമില്ല. +1 എല്ലാ സബ്ജക്റ്റിനും +1 കിട്ടി, ഒരെണ്ണത്തിന് മാത്രം 1 മാർക്ക് കുറഞ്ഞുകൊണ്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്യുന്നു. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾ ചിലപ്പം പഠിക്കാൻ മണ്ടന്മാരായിരിക്കും, പിന്നോട്ട് പോകും, മറ്റുള്ളവരുടെ ഒപ്പം എത്തില്ല. അവരെ വഴക്ക് പറയരുത്, അവരെ ശാസിക്കരുത്. കാരണം അവർ കടുങ്കൈ ചെയ്യും. കാരണം അപ്പനും അമ്മയും ആ രീതിയിലാണ് വഴക്ക് പറയുന്നതെങ്കിൽ ആ കുട്ടി അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. എന്തായാലും പാലക്കാട്ടെ ആ സംഭവവും അതുപോലെ താമരശ്ശേരി സംഭവവും നമുക്കൊരു പാഠമായിരിക്കണം. കാരണം പല കുട്ടികളും ഇതുപോലെ ഈ രീതിയിലുള്ള വയലൻസിലേക്ക് പോകുന്നതാണ്. നേരത്തെ ഇത് പഞ്ചാബിലായിരുന്നു ഇന്ത്യയിൽ കണ്ടിരിക്കുന്ന ഒരു ദൃശ്യം. അവിടെ MDMAയും അതുപോലെ തന്നെ ഗഞ്ചാവും അതുപോലെ തന്നെ കൊക്കൈനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സമൂഹം കഴിഞ്ഞ 10, 25, 30 വർഷം കൊണ്ട് പഞ്ചാബിൽ ഉണ്ടായി വന്നു. പഞ്ചാബ് അവരെ പലരും കാനഡയിലും മറ്റിടത്ത് പോയെങ്കിലും വയലൻസ് കൂടി വരികയും അത് വെടിവെപ്പിൽ ധാരാളം പേരെ കൊല്ലപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടു. അതേ രീതിയിലുള്ള ഒരു സാമൂഹ്യമായ പ്രതിഭാസം കേരളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് MDMA അതുപോലെയുള്ള കഞ്ചാവ് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ, ലഹരി ഉപയോഗിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ കുട്ടികൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം DGPയും അതുപോലെ തന്നെ ADGP ഒക്കെ ചേർന്നിട്ട് ഒരു ഹണ്ട് കേരളത്തിൽ ഒരു മാസത്തെ കുറച്ച് ദിവസത്തേന് നടത്തിയേക്കുമ്പം അതിനകത്ത് ഏകദേശം 2762 പേർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വന്നു. അതിനകത്ത് 1.1 കിലോയോളം അടുത്ത് MDMA പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ MDMA ആണ്. അതുപോലെ കഞ്ചാവും കൊക്കൈനും ഒക്കെ ധാരാളം പിടിച്ചെടുത്തൊരു സംഭവം കേരളത്തിൽ എവിടെയും ഇത് വ്യാപകമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഈ ഡ്രഗ്സ് വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു തലമുറ വന്നിരിക്കുന്നു. സമൂഹം നശിച്ചാലും ഒരു കുട്ടികൾ നശിച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല. യഥേഷ്ടം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഈ MDMA അതുപോലെ ഡ്രഗ്സുകൾ വിറ്റഴിക്കുന്ന കാഴ്ചയാണ്. ഇവിടെയുള്ള ചില കുട്ടികൾക്ക്, പണമില്ലാത്ത വീട്ടിലെ കുട്ടികൾക്ക് അവർ ഈ ലഹരി പദാർത്ഥം വിറ്റ് അതിൻ്റെ കമ്മീഷൻ കൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അവരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുകയും ചെയ്യും. കൂടുതൽ നമ്മൾ ഈ വയലൻസിലേക്ക് പോകുന്ന സംസ്ഥാനത്തെ ഗുണ്ടകളായിരുന്നു. അവർ മദ്യപിച്ച ശേഷമായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ കാണുന്നത് മദ്യപാനത്തിനോടൊപ്പം തന്നെ ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ
വയലൻസിലേക്ക് അവർ പോകുന്ന കാഴ്ചയാണ്. അതാണ് നമ്മൾ അഫാൻ്റെ കേസിലും കണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്താണ് അവരുടെ മനസ്സിൽ കൂടെ പോകുന്നതും അവരുടെ ദുർച്ചലവും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ പിന്നോക്കം പോകുന്നതും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആധുനിക യുഗത്തിലായിട്ട് അവർ ജീവിക്കുന്നതെന്ന് അവർക്കൊരു തോന്നൽ. അത് ലക്ഷറി ലൈഫ് വേണം. പണമുണ്ടോ ഒന്നും പ്രശ്നമില്ല. പണം ആരെങ്കിലും കൊന്നിട്ടായാലും പണം സമ്പാദിച്ച് ലക്ഷറി ലൈഫ് നടത്താനുള്ള ദ്വര നമ്മുടെ കുട്ടികൾക്കെല്ലാം വന്നു കഴിഞ്ഞു. ഇതിന് സമൂലമായൊരു മാറ്റം ഞാൻ അടുത്ത കാലത്തെങ്ങും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് പലതും ചിന്തിക്കുമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകർത്താക്കൾക്കാണ്, ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ്. അവരവരുടെ പേഴ്സണലായുള്ള നേട്ടവും ഭരണപരമായ അവർക്ക് ഓരോ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ളത് അല്ലാതെ മറ്റ് ചിന്തകളൊന്നും സമൂഹത്തിനോട് ഇല്ലാത്ത ഒരു വർഗമായി രാഷ്ട്രീയക്കാർ പലരും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.